പപ്പാ അയ്യോ എന്റെ മോൻ എന്റെ ബർത്ത്ഡേക്ക് സ്കൂളിൽ നിന്ന് ബാഗ് പോലും എടുക്കാതെ ഓടിപ്പടച്ച് വരുന്നത് കണ്ടില്ലേ? തന്തയ്ക്ക് മോനെ പട്ടി വരെയാണെങ്കിലും മോനെ തന്തേന്ന് വെച്ചാ ജീവനാ. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയണ്ട. ചെല്ല് ചെല്ല്. അമ്മേ പപ്പ എവിടെ? മോനെ പപ്പ നമ്മുടെ ഉണക്കമീൻ കമ്പനിയിലെ ബിസിയാ. ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ അല്ലേ? പപ്പയുടെ ബർത്ത്ഡേ ആയിട്ട് സ്കൂളിൽ നിന്ന് ഓടിപ്പിടിച്ച് വന്നതല്ലേ മോൻ? ബർത്ത്ഡേയോ? അല്ല, അപ്പുറത്തെ വീട്ടിൽ രാജു ഉച്ചയ്ക്ക് ചോറിനാൻ വന്നപ്പോളേ ഇവിടെ ഇറച്ചി മേടിച്ചെന്ന് പറഞ്ഞു. അത് തിന്നാൻ വന്നാ ഉണ്ടായി കാണുമല്ലോ ഇല്ലയോ? ഓ പിന്നെ നിന്നോട് പപ്പയെ തിരക്കിയത്? അല്ലെ, കരള് കണ്ട പുള്ളിക്ക് പ്രാന്താ, തിന്നങ്ങ് തീർക്കും. അത് തിന്ന് തീർക്കല്ലെന്ന് പറയാൻ വേണ്ടി ഓടി വന്നതാ. പപ്പ പപ്പ യു നോ ഞാൻ പപ്പയെ എത്തും വേണ്ടി സ്നേഹിക്കുന്നത് പപ്പയ്ക്ക് അറിയാവോ? അത് ഞാൻ കേട്ടായിരുന്നടാ. പപ്പയ്ക്ക് സന്തോഷം വരുവാണെങ്കിൽ പപ്പ എന്നെ എത്ര വേണേലും തല്ലിക്കോ. അല്ല, അവൻ എന്തിനാ എന്റെ പപ്പയെ പപ്പാന്ന് വിളിക്കുന്നത്? എന്റെ പപ്പയെ ഞാൻ മാത്രമേ പപ്പാന്ന് വിളിക്കാവൂ, വേർത്തും പപ്പാന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പപ്പാന്ന് വിളിച്ചതല്ല, പാപ്പോന്ന് പറഞ്ഞതാ. പോടാ അമേരിക്കയില് പോടാ. ആ മൂലക്കാണ് നിങ്ങളുടെ അമേരിക്ക. ചേച്ചി കരയാതെ ചേച്ചി, ചേച്ചി ചേച്ചി കരയാതെ ചേച്ചി. എന്റെ ചേച്ചിമാരെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ, അവരെ എന്നേക്കുമായി ഞാനങ്ങ് പറഞ്ഞു വിട്ടു. യുനോ എന്റെ ചേച്ചിയെ എനിക്ക് അത്രക്ക് ഇഷ്ടാ. അതിനെന്നെ ആര് ശല്യം ചെയ്തു? അല്ല, ഇപ്പൊ ഒരുത്ത വന്ന് ശല്യം ചെയ്തിട്ട് പോയല്ല, അപ്പഴല്ലേ ചേച്ചി കരഞ്ഞ്? നിന്റെ തലയ്ക്ക് വട്ടാടാ, ആ ചെറുക്കൻ എന്നോട് വഴി ചോദിച്ചതാ. പിന്നെ എന്തിനാ നിങ്ങൾ കരഞ്ഞ്? അപ്പോഴേ പാറപ്പൊടിയായിട്ട് ഒരു ലോറി ഉള്ളത് മൊത്തം കണ്ണിലോട്ട് കുറിച്ച് പിന്നെ ഞാൻ കരയായിരിക്കും ചിരിച്ചോണ്ടിരിക്കാടാ. എടാ, ഇപ്പൊ കൊന്നുപോയല്ലോ, ഇപ്പൊ എന്തോ ചെയ്യും? ചേച്ചിയുടെ ഹസ്ബൻഡ് ഒട്ടും ശരിയല്ല, അവനെ ഞാൻ കീച്ചാലോ. യുനോ അവൻ പപ്പയുടെ ബ്രാൻഡി കട്ടെടുത്ത് കുടിച്ചു. അരിമുറുക്ക് തിന്നുന്നല്ലോണ്ടാ തെണ്ടി പറയുന്ന കൊല്ലാവെന്ന്. കുട്ടിയുടെ ഒരു തന്തയുണ്ടടാ. അല്ലേ ഡി, നിന്റെ ഭർത്താവ്? ഇല്ല, ഞാൻ കെട്ടുന്നില്ല, ഞാൻ മടത്തി ചേരുവാ. ആ പ്രതീക്ഷയും പോയി. അല്ലെ, പപ്പ ആരും നോക്കി കൊഞ്ഞണം കുത്തിയാൽ അവനെ പോയി കൊല്ലായിരുന്നു. കയ്യും കൊഴിക്കുന്നില്ല, ഇപ്പൊ എന്തോ ചെയ്യും? ഹായ് ഡാർലിംഗ്, ടാറ്റാ. അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കണം. കാലി കുരുനകമുണ്ട്, സൂക്ഷിക്കണം. പണ്ട് ഈ ലോകത്ത് 2 ടൈപ്പ് കുരങ്ങന്മാരൊന്നുണ്ടായിരുന്നു. ഒന്ന് ആൽഫാ മെയിൽ കുരങ്ങന്മാരും ഒന്ന് അല്ലാത്ത മെയിൽ കുരങ്ങന്മാരും. ആൽഫാ മെയിൽ കുരങ്ങന്മാർ കഷ്ടപ്പെട്ട് വേട്ടയാടി ഫുഡ് കൊണ്ടുവരും. ബാക്കിയുള്ളമാര് ചുമ്മാ ചൊറിയും കുത്തിയിരുന്ന് അച്ഛന്മാരുണ്ടാക്കി എടുത്ത് കഴിക്കും. ആ സമയത്ത് പെണ്ണുങ്ങൾ ഫുഡ് പാചകം ചെയ്യുവല്ലേ? അതെ, നിനക്ക് ആരെയാ വേണ്ടേ? എന്നെ പോലുള്ള ആൽഫാ മെയിൽ കുരങ്ങന്മാരെ വേണോ അതോ അവനെ പോലുള്ള കുരങ്ങനെ വേണോ? നീ തീരുമാനിക്കും. എനിക്ക് കുരങ്ങന്മാരെ ഇഷ്ടമല്ല. യുനോ ഗീതാഞ്ജലി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു മോർ. ആശാൻ പള്ളിക്കൂടത്ത് മുതൽ ഒരുമിച്ച് പഠിക്കുക. ഇപ്പോഴാ നിനക്ക് ഇഷ്ടമാണെന്ന് പറയാൻ സമയം കിട്ടിയതില്ലേ? അതും എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് കെട്ടിയാലോ? അവിടെയാണ് നമ്മുടെ ആദ്യ രാത്രി. അയ്യോ, അതൊക്കെ ആരെങ്കിലും കാണത്തില്ലയോ? ആരെങ്കിലും കണ്ട അവനെ വെടി വെച്ച് കൊല്ലും. 2 വെടിവെപ്പ് ഇവിടെ ഒരുമിച്ച് നടത്താൻ പറ്റുമോ? അതെ, എനിക്ക് ആ ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം. മല കാണുമ്പോ പൊക്ക, കര കാണുമ്പോ താക്ക, പൊക്ക താക്ക, പൊക്ക താക്ക. അല്ല, അതിന് ഏത് ഫ്ലൈറ്റ് നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നു? ആ ഫ്ലൈറ്റില് ഞാൻ ഉദ്ദേശിച്ച ആ ഫ്ലൈറ്റിനപ്പുറത്തിന് വാഴത്തോട്ടുണ്ട്, അതാ ഉദ്ദേശിച്ച ഫസ്റ്റ് നൈറ്റിന്. എടാ, നമ്മുടെ കുഞ്ഞുമോളന്നെ ഉണ്ടല്ലോ, പട്ടി കടിച്ചടാ. അയ്യോ, കുടുംബത്തിൽ ഒരാൾക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ അതിന്റെ വേദന മറ്റുള്ളവർക്കായിരിക്കും. അയ്യേ, ഇതേതാടാ ഈ പട്ടി? കുഞ്ഞുമോനെണ്ണന്റെ മോനാ, അമേരിക്കയിൽ നിന്ന് വന്നതാ. അപ്പൊ ഫോറിൻ പട്ടി അല്ലയോ? പപ്പ ഇപ്പൊ സേഫ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നതല്ല. എന്നാ നമുക്ക് പോവാം. അയ്യോ, പോരുത്. എന്നാ പോകുന്നില്ല. 9 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എടാ, ഇവനാണെങ്കിലേ 9 മാസത്തെ കണക്കൊക്കെ പറയുന്നത്. അത് വെച്ചിട്ട് ഇവൻ പ്രസംഗിക്കാൻ വന്നതാ. ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, എന്റെ പപ്പയെ കൊന്ന ആരാണോ അവരെ ഈ കൈ കൊണ്ട് ഞാൻ കൊല്ലും. ഒരു പട്ടി കടിച്ചാണ് ഈ കിടന്ന് പ്രസവിക്കുന്നത്. ആ പാവം പട്ടിയാണെങ്കിലേ പേ പിടിച്ച് അപ്പൊ തന്നെ ചാവുകയും ചെയ്യും. ഇവിടുന്ന് എവിടെ പോയി കിടക്കൂട്? എന്തുവാടാ ഇവിടെ ഓയോല്? അല്ലേട്ടാ, നിനക്ക് കല്യാണം കഴിച്ചൊരു ഭാര്യയായിട്ട് പിള്ളേരാണോ? എനിക്ക് നാളെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അയ്യോ ഏട്ടാ, ഞാൻ ചെയ്യത്തില്ല, ഞാൻ തെറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇവിടെ ഒരു ലക്ഷ്യത്തിനാ വന്നേക്കുന്നത്, അത് നീ മനസ്സിലാക്കണം. ആ ഡോർ അങ്ങോട്ട് തുറക്കാം. അല്ല, ചേട്ടൻ എന്തിനാ ഓയി വരുന്നേ? അല്ല, സോയ വന്നിട്ടുണ്ട്. സോയാ സോസോ? സോയാ സോസ് അല്ല, അവളുടെ കാമുകന്റെ ഹൃദയമാ എനിക്ക് വെച്ചേക്കുന്നത്. ഒന്ന് പോയിട്ട്. ഓ, അപ്പൊ ആശാൻ അടുപ്പിലും ആവില്ലയോ? നമുക്ക് പറ്റത്തില്ലയോ? ഇവിടെ ചേട്ടത്തി അമ്മയാടോ. ആ, ഇങ്ങോട്ട് ഇറങ്ങടാ. എടാ, എന്റെ പേരും പറഞ്ഞ് നിനക്ക് എല്ലായിടത്തും കഴപ്പ് കാണിക്കലാണ് അല്ലേ പരിപാടി? യു നോ
ആ പെണ്ണുണ്ടല്ലോ പപ്പയെ കൊല്ലാൻ വേണ്ടി വന്നവളാ. എന്നിട്ടാന്നോടാ ഒരാഴ്ചയുടെ ആ പെണ്ണിനെ പിച്ച് തിന്നുന്നത്. യുനോ എന്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോവും, എന്നെ കട്ടിലിന്റെ അറ്റം വരെ പോവും. എന്റെ അച്ഛൻ മരിച്ചു, എല്ലാരും എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നു. യുനോ പപ്പ ഈ ബോംബ് വെച്ച് കൊല്ലല്ലേ അവന്റെ പ്ലാന്. ഞാൻ തപ്പുകയായി. എന്നിട്ട് ബോംബ് കിട്ടിയായിരുന്ന? ബോംബ് കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. ഞാൻ അന്ന് ഒന്നുകൂടെ തപ്പിയിട്ട് ഞാനും ഞാനും അവനും ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങൾ ഇടപെടരുത്. ചുമ്മാ തമാശ പറഞ്ഞ ചാവനെങ്കിലും പോകുമ്പോ രക്ഷപ്പെടുത്തണോടാ. തോണ്ടടാ ഷർട്ടൊക്കെ പൊക്കുന്നു. ഇത് സ്റ്റണ്ടാണോ അതോ വേറെ വല്ലതും ആണോ? എനിക്കും തോന്നുന്നുണ്ട്. ഇനിയെങ്കിലും നീ എന്റെ പപ്പയെ വെറുതെ വിടാവോ? എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടാം. എന്റെ ചേട്ടന് സംസാരിക്കാൻ കഴിയില്ല. എന്റെ ചേട്ടനാണെങ്കിൽ ചെവിയും കേട്ടൂടാ. എനിക്കാണെങ്കിൽ സൈൻ ലാംഗ്വേജ് അറിയാം. എന്റെ പപ്പയെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്റെ പപ്പയെ കുനിച്ചിരുത്തി. എന്തോ ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. 2 മണിക്കൂറായിട്ട് അവര് സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നോണ്ടിരിക്കുക. എടാ ലോക്കായിന്ന് വിടറാ പട്ടി. എടാ ലോക്കായിന്ന് വിടറാ പട്ടി. പാപ്പാ പാപ്പാ പാപ്പാ. എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു ഭാവിച്ച് നീ ഒരു ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുവോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി കുറച്ചു നേരം പപ്പ മോനാവും, ഞാൻ അച്ഛനാവാ. അന്ന് പപ്പയുടെ ബർത്ത്ഡേ. പപ്പാ കൊച്ചു മിണ്ടരുത്, ഞാൻ അങ്ങോട്ട് പറയും. എടാ ഞാൻ നിന്റെ അന്ന് എന്നെ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്. സോറി പപ്പാ. കൊച്ചു മിണ്ടി പോലെ നിന്ന് പറഞ്ഞേ. എനിക്കിവിടെ 100 പണികളുണ്ട്. ഓണക്ക മീനിന്റെ ഫയലൊക്കെ നിന്റെ അപ്പം വന്ന് നോക്കൂ. അന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോയാ മതിയായിരുന്നു. ഇവിടെ തന്റെ ബർത്ത്ഡേ കേക്കും തൊളിച്ചിട്ട് വന്നപ്പോ താൻ വീട്ടിലുണ്ടായിരുന്നോ? ഫൈറ്റിലുണ്ടായിരുന്നോ? തന്നെ അവിടെ പോയി കിടക്കുമായിരുന്നോ? എനിക്കൊരു തെറ്റ് പറ്റിയോ? ഇങ്ങനെയാണ് നിന്നെ അടിച്ചോണ്ടിരുന്നത്. മോനെ എന്നോട് ക്ഷമിക്കണം. അടുത്ത ജന്മത്തിലും നിന്റെ പപ്പയായിട്ട് ജനിക്കണം. പപ്പാ ഇതുപോലെ കാവറയ്ക്ക് മോനുണ്ടാവുന്ന നല്ലത്. വല്ല സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നു.